വാക്ക് പാലിക്കുക എന്നൊരു ജനാധിപത്യ മര്യാദ തീർച്ചയായിട്ടും ഇത്രയും പൊതു ഖജനാവിനോട് ഇത്രയും സ്നേഹവും രോക്ഷവും ഉള്ള ഒരു ജനസമൂഹം ഇവിടെ ഉയർന്നെഴുന്നേൽക്കുന്നത് കാണുകയാണ്. സ്ത്രീകൾക്ക് ഒരു ആനുകൂല്യം കൊടുക്കാം. എവരി പൊളിറ്റിക്കൽ ഡിസിഷൻ എക്കണോമിക് റീഡിംഗ് ഉണ്ടല്ലോ. രാഹുൽ ചോദിച്ചതല്ല, രാഹുലിന്റെ പ്രശ്നം എക്കണോമിക്സും പൊളിറ്റിക്സും ഇന്റർലിങ്ക്ഡ് ആണെന്ന് പറഞ്ഞു വെക്കുക ചെയ്തത് കറക്റ്റാണ്. പക്ഷെ ഞാൻ പറയണത് എന്താണെന്നറിയാം, നമ്മൾ ഒരു എക്കണോമിക് ആക്ഷൻ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അടിവര ഇടുന്നു. അതോടൊപ്പം ഞാൻ പറയുന്നത് ജർമ്മനിയിൽ ഒരു കോൺഫറൻസിന് പോയി. കോൺഫറൻസിൽ വെച്ച് ജർമ്മൻ ഗവൺമെന്റ് ഞങ്ങൾക്കൊരു ഫ്രീ പാസ് തന്ന് അടുത്ത ട്രെയിനിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാന്ന്. അപ്പൊ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുന്ന കേട്ടപ്പോൾ പാർട്ടിസിപ്പൻസിനെല്ലാം സന്തോഷമായി. അവർ ജർമ്മനിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് തുടങ്ങി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ചെല്ലുന്നിടത്തെല്ലാം നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറുന്നു, കാപ്പ് കുടിക്കുന്നു, കാശ് പോകുന്നു, സൂപ്പർ മാർക്കറ്റിൽ കയറുന്നു, സാധനം മേടിക്കുന്നു, കാശ് പോകുന്നു. ഭയങ്കര ബുദ്ധി അതിന്റെ ഖജനാവിലേക്ക് എന്തോരം പൈസ ഇന്ത്യൻസിന്റെ അപ്പൊ ചെന്ന് കഴിഞ്ഞു ഈ ഒരു ഫ്രീ പാസിലൂടെ. അപ്പൊ എവരി എക്കണോമിക് ആക്ഷനെ നമ്മളിതിന്റെ ടോട്ടാലിറ്റിയിൽ കാണുമ്പോൾ, ഇൻ ടോട്ടൽ കാണുമ്പോഴത്തേക്ക് ഇതിൽ നിന്നുണ്ടാകുന്ന നമുക്കറിയാം ഇതിന് കുറേ ചലഞ്ചസ് ഉണ്ട്, കുറേ വെല്ലുവിളികളുണ്ട്, ഒത്തിരി സാധ്യതകളുണ്ട്. ഓപ്പറേഷണൽ ചലഞ്ചസ് ഉണ്ട്, ഫിനാൻഷ്യൽ ചലഞ്ചസ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ നേരിടാൻ പോകുന്ന എക്കണോമിക്സ് ഞാൻ പറയുന്നത് സ്റ്റാഗ്ഫ്ലേഷനാണ്. യുദ്ധം ഇന്ന് തീരും നാളെ തീരും എന്ന് പറയുന്നതല്ലാണ്ട് തീരുന്നില്ല. സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാഗ്നന്റ് എക്കോണമി വിത്ത് ഇൻഫ്ലേഷനാണ്. ഉൽപ്പാദനം കുറഞ്ഞ് ഉൽപ്പാദനം നിൽക്കുന്നു, എന്നിട്ട് ഇൻഫ്ലേഷൻ വന്നു. അതാണ് സ്റ്റാഗ്ഫ്ലേഷൻ എക്കണോമിക്സ് പറയുകയാണെങ്കിൽ. ഈ സ്റ്റാഗ്ഫ്ലേഷൻ നേരിടുന്ന കേരള എക്കോണമിയിൽ MSMEയോ ചെറുകിട കുടിൽ വ്യവസായങ്ങളോ ഒക്കെ വർദ്ധിക്കുകയാണെങ്കിൽ പെണ്ണിൻ്റെ കയ്യിൽ കാശ് കുറച്ച് വരണം. അങ്ങനെയെങ്കിൽ ഒരു ദിവസം കിട്ടുന്ന ഒരു 13 രൂപ 26 രൂപയോ, അല്ലെങ്കിൽ ഇതിലൊരു ആഡ് ശ്രദ്ധിച്ചോന്നറിയത്തില്ല SK. അതിനകത്ത് ആഡ് ഇങ്ങനെയായിരുന്നു, ഒരു സ്ത്രീ എന്ന് മറ്റൊരു സ്ത്രീയോട് പറയുന്നു, അടുത്ത ആഴ്ച ഞാനും ചിട്ടിയിൽ കൂടാൻ കേട്ടോ എന്ന്. അപ്പോൾ ചോദിച്ചാൽ എന്ത് ഇൻക്രിമെൻറ്റ് വരുന്നുണ്ടോ? അല്ല, അടുത്ത ആഴ്ച മുതൽ എനിക്ക് 50-നും 100 രൂപയ്ക്കോ ഇടയ്ക്ക് ഒരു ദിവസം ലാഭം കിട്ടും. ഏത് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്. ലാഭം കിട്ടുവാണെങ്കിൽ ഒരാഴ്ച ഇത്ര കിട്ടും. അങ്ങനെയെങ്കിൽ മാസം 500 രൂപ വെച്ച് കൂടുന്ന ഒരു ചിട്ടിയിൽ ഞാനും കൂടാം. സി, മണി ഈസ് ഡൈവേർട്ടഡ് ഇൻ ടു പ്രൊഡക്റ്റീവ് ചാനൽസ്. അവിടെയാണ് നമ്മൾ എക്കണോമിക്സ് വായിച്ചെടുക്കേണ്ടത്. ഒരിടത്തെ നഷ്ടം അതിലല്ല വായിക്കേണ്ടത്, അത് മറ്റൊരു ലാഭമാവുകയാണ്. ഇവിടെ ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ പ്രൊഡക്ഷനും വർദ്ധിക്കുമ്പോൾ കേരള എക്കോണമിക്ക് പൊതു ഖജനാവിനുണ്ടാകുന്ന ലാഭം ആഡോണിനെയും കൂടി കൂട്ടിച്ചേർത്ത് വായിച്ചെടുക്കണം എന്നുള്ള. ഇങ്ങനെ വായിച്ചില്ലെങ്കിൽ ഇത് പൊളിറ്റിക്കൽ ഡിസിഷൻ.